ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ സെക്കൻഡ് ഡേ ആട്ടോ ബാലിയിൽ. അപ്പം നമ്മൾ എവിടെ പോകാനായിരുന്നു ജീവ? എവിടെയായിരുന്നു പോകുന്നത്? ഫസ്റ്റ് ഞങ്ങൾക്ക് വരത്തില്ല. കുറച്ച് ബീച്ച് ഏരിയ അല്ലേ? ന്യൂസ പിന്നീട് അങ്ങനെ തന്നെ ആണോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ സ്ഥലത്ത് പോവാട്ടോ. അപ്പം നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് 3G ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ പറയും? രാവിലെ 6:30 വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 6:45 7 മണിയാവാൻ പോകുന്നു. വരുമോ ഇല്ലെന്ന് അറിയത്തില്ല. വന്നില്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെറുതായിട്ട് മാറ്റും, വേറൊരു സ്പോട്ടാക്കും. എന്നിട്ട് നാളെ ഈ സ്പോട്ട് നമ്മൾ പോവും. എന്തായാലും നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. 40 മിനിറ്റും കൂടെ ഉള്ളൂ ഇത് വീഡിയോയുടെ. ഇത് നീ അതൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞാ ഡിലീറ്റ് ചെയ്ത് വെച്ചേക്കാം. ഫൈനലി നമ്മളെ ആൾ വന്ന് വിളിച്ചു കേട്ടോ. എന്തോ ചെറിയ ഡിലേ ആയതായിരുന്നു. അങ്ങനെ നമ്മളൊരു ഹാർബറിലെത്തി കേട്ടോ. അവിടുന്ന് നമ്മളൊരു ഹാർബറിലേക്ക് എത്തും. അവിടെ നമ്മളെ ഒരു ഗൈഡ് നമുക്ക് വേണ്ടിയിട്ടുണ്ട്. ഗൈഡ് വിത്ത് ഫോട്ടോഗ്രാഫറാണ് അയാൾ. അപ്പോൾ അയാൾ നമ്മളെ എല്ലായിടത്തും കൊണ്ട് കാണിക്കും. നമ്മുടെ ഫോട്ടോസൊക്കെ അയാൾ ക്യാമറയിലൊക്കെ എടുത്തു തരും. ബാഗ് മടക്കി വെക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ എനിക്ക് വിൻഡോ സീറ്റ് തരുന്നില്ല. നിങ്ങൾ പറയൂ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാർക്കല്ലേ വിൻഡോ സീറ്റ്? ജീവോ വിൻഡോ സീറ്റ്. ചെറുക്ക ഇതിലൊക്കെ ഇരുന്ന് കഴിച്ചാൽ ഇതിനകത്ത് കടലിലൂടെ പോകുന്നത്. വൊമിറ്റ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടോ? വൊമിറ്റ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടോ? ഫുഡ് കഴിക്കണമായിട്ടില്ല, അറിയാമോ? ബ്രേക്ക്ഫാസ്റ്റ് പോയാലും വീട്ടുകാർക്ക് എന്തെങ്കിലും കിട്ടും? ഇൻഷുറൻസ് എന്തുകൊണ്ട് ഈ ഷേപ്പ് ഇടുന്നതെന്ന് അറിയാം. ഒരു മൊബൈൽ പോവല്ലേ, ഡിലീറ്റ് ചെയ്തോ? ആവശ്യമില്ലാത്ത റീസൈക്കിൾ പിന്നെ നടന്നു. ഹായ് ജീദാസ്. എടുക്കണ്ടായിരുന്നല്ലേ? അങ്ങനെ നമ്മളൊരു ഹാർബറിലൊക്കെ ഇറങ്ങി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ കയറി ബോട്ട് തെറ്റിപ്പോയി. ഞങ്ങൾ വേറെ ഹാർബറിലേക്കുള്ള ബോട്ടിലാണ് കയറിയത്. പിന്നെ നമ്മുടെ ഗൈഡ് എങ്ങനെയൊക്കെയോ അയാൾ തിരിച്ച് നമ്മൾ എവിടെയാണോ നിന്ന് അവിടെ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ടോ. നമ്മൾ കുറേ ബീച്ചസൊക്കെ, ഞാൻ ബീച്ചസിൻ്റെ ഓരോന്നിൻ്റെയും പേര് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ബ്രോക്കൺ ബീച്ച്, അങ്ങനെ കുറേ ബീച്ചസ് ഉണ്ട്. അപ്പം അവിടോട്ടാണ് പോകുന്നത്. ആ പോകുന്ന വഴി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ അടുത്ത് അടിക്കുന്ന പോലത്തെ, അങ്ങനെ കുറേ ദൂരം അങ്ങനത്തെ വഴിയായിരുന്നു. പക്ഷേ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല രസമാണ്. പക്ഷേ വഴി അത്ര നല്ലതൊന്നും അല്ല കേട്ടോ. പിന്നെ കുറച്ചേറെ തിരക്കും ഉണ്ടായിരുന്നു. കയറാൻ വേണ്ടി ഇങ്ങനെ വണ്ടികൾ പൊക്കോണ്ടേ ഇരിക്കുക, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കയറ്റമൊക്കെ ആയതിൻ്റെ പ്രശ്നം. അതുപോലെ കയറ്റം നമ്മൾ കയറ്റം ഇറക്കുമായിരുന്നു, പക്ഷെ തിരിച്ച് നമ്മൾ മല കയറുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. അന്നത്തെ ദിവസം നല്ല സൂര്യപ്രകാശമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആകെ കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ.
പക്ഷേ അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണാനും അവിടുത്തെ പ്രത്യേകിച്ച് അവിടുത്തെ ആ ഒരു സീയുടെ അവിടുത്തെ കളേഴ്സ്, ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള സ്പോട്ടാണ്. പിന്നെ ഒത്തിരി ടൂറിസ്റ്റും വരുന്ന സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ പോവുകയാണെങ്കിൽ ഈ ഒരു പ്ലേസ് കാണാൻ മറക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. നല്ല സ്ഥലമാണ്. പക്ഷേ ഇതൊക്കെയാ പ്രശ്നം, നടക്കാനും കുറച്ച് ഉണ്ട്, കുറച്ച് കയറ്റവും ഇറക്കമൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി പോകുന്ന റൂട്ടും ഇച്ചിരി മോശമായിട്ടുള്ള റൂട്ടാണ്. അടിപൊളി സ്ഥലം കേട്ടോ. പക്ഷേ ഇങ്ങോട്ടുള്ള റോഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവരിപ്പോൾ ഇറങ്ങാനും ബുദ്ധിമുട്ടാട്ടോ. ഇങ്ങനെ ഇച്ചിരി കല്ലും ഇറക്കമൊക്കെ. ഒട്ടും തിരക്കില്ല കേട്ടോ, ഒട്ടും തിരക്കില്ല. By your phone, take a video by your. ഓ നല്ല കളർ നോക്കി, ഷെയ്ഡ്സ് നോക്കി. നീ കടൽ യഥാർത്ഥത്തിൽ നോക്കടാ. ഓ അങ്ങനെയാ. ഇതാണ് ക്ലിഫാണ്, ക്ലിഫ്. വീഡിയോയിൽ പറഞ്ഞ ക്ലിഫാണ്. മേഹൻ്റെ പക്കത്തൊക്കെ ഇരിക്കുന്നുണ്ടത് ഇതുങ്ങളൊക്കെ. ഇവിടൊക്കെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ കാലും കൈയും വിറക്കും. എന്ത് ചെയ്യേ പുള്ളി എവിടെ പോടാ. ഇങ്ങനത്തെ തന്നെ പ്ലേസ് ആണെന്ന് തോന്നുന്നു ഇനിയും പോകുന്നതും അല്ലേ. നൈസ് പ്ലേസ് ആക്ച്വലി കേട്ടോ. നടന്നോ. തേങ്ങയുടെ ഒക്കെ വലിപ്പം കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാം അടുത്ത സ്ഥലത്തിലോട്ട്. നമ്മൾ എന്തിനാണ് ക്യാമറ കൊണ്ടുവന്ന് മറന്നു പോയാലും ഇപ്പോഴും എടുക്കുക. കേസലെയോ? എനിക്ക് ആ ബ്രോക്കൺ ബീച്ചും പിന്നെ ഈ ഒരു ബീച്ചുമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഭയങ്കര രസമാണ്. ഈ ബീച്ചിലാണെങ്കിൽ നമുക്ക് താഴത്തോട്ട് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തോട്ട് കുറച്ച് ദൂരമല്ല, കുറച്ചേറെ ദൂരം സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാൽ ഇത് അവിടെ മണ്ണ് കാണുന്ന ആ ഒരു റാ പോലത്തെ ഷേപ്പിൽ മണ്ണ് കാണുന്ന ഭാഗമുണ്ടല്ലോ, അത് ബീച്ചാട്ടോ. നമുക്കവിടെ ഇറങ്ങാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചിറങ്ങിയിട്ട് തിരിച്ച് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. കയറുന്നവരൊക്കെ കാലുവേദന എടുത്താണ് കയറുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല, ഞങ്ങൾക്കുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നിറച്ച് കുരങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസം ഇവിടം കാണാൻ. എനിക്കറിയത്തില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സ്ഥലം, ഒന്ന് ഇതും പിന്നെ ഒന്ന് ആ ബ്രോക്കൺ ബീച്ച്. രണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ബീച്ചുകളെല്ലാം ഒരുമിച്ചൊന്നും അല്ല കേട്ടോ, പല സ്ഥലത്തായിട്ട്. അപ്പോൾ ഓരോരുത്തരത്തോട് നമ്മൾ ട്രാവൽ ചെയ്ത് എത്തുക. പിന്നെ വീഡിയോയിൽ ഞാൻ ഒരുമിച്ച് കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓരോരുത്തരത്തോട് നമ്മൾ ട്രാവൽ ചെയ്ത് എത്തുന്ന കേട്ടോ. ഇത് പൊട്ടനെ പോലെ എന്തോ ടാണടിച്ച് ഫുള്ള് സെറ്റായി. എനിക്ക് പറയാൻ വയ്യ. ടാണടിച്ച് സെറ്റായി. നമ്മൾ ബീച്ചിലൊന്നും ഇറങ്ങിയില്ല, വയ്യ.
ബീച്ചിൽ ഇറങ്ങണമെങ്കിൽ താഴോട്ട് ഒത്തിരി പോകണം. അതുകൊണ്ട് അവിടെ കഴിഞ്ഞ് ഇനി അടുത്ത എവിടെയോട്ടോ പോവുക. ആകെ വയ്യ. അത് കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആയിട്ടു, ഇച്ചിരി നേരമായി. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഏണാണെങ്കിൽ ചിക്കൻ്റെ വിങ്സ് അങ്ങനെ എന്തുമായിരുന്നു തോന്നുന്നു. പിന്നെ ഞാൻ മേടിച്ച നാസിക്കൊറോയും എന്ന് വെച്ചാൽ ഇന്തോനേഷ്യൻ ഫ്രൈഡ് റൈസ്. ഇന്തോനേഷ്യൻ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട തന്നെ. നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡൊക്കെ. അതല്ല ഇതെന്തോടെ ഇത്? ഡേ ഇതൊക്കെ ഏതാണ്ട് ജീവികളുടെ കയ്യും കാലും ഒക്കെ. ആണോ? അയ്യോ, പിന്നെ ഇന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, എടുത്ത് കളാതൊക്കെ. കൊടുക്കണം കേട്ടത്. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ നേരെ നമ്മൾ ഹാർബറിലേക്ക് പോയി. അയാൾ ഹാർബറിൽ കൊണ്ടുവിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ബോട്ടെടുത്ത് ബോട്ടിൽ നമ്മൾ വേറൊരു ഹാർബറിലെത്തും. അവിടെ നമ്മളെ രാവിലെ കൊണ്ടുവിട്ട ആൾ പിക്ക് ചെയ്യാൻ അവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടെ നമ്മളൊക്കെ എടുത്ത ഫോട്ടോസ് എല്ലാം അയാൾ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റിസോർട്ടിൽ പോവാം കേട്ടോ. റിസോർട്ടിൽ ജിമ്മും പൂളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് രാത്രി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. വാമപ്പ് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ചെയ്യല്ലേ ജീവ. ഏഴിലുണ്ട്. ഇതെന്തോ രാവിലെ കട്ടിലേന്ന് കണ്ടിക്കണ്ടേ. ഞങ്ങൾ പൂളിൽ ഇറങ്ങാൻ പോവാ. ജീവ എനിക്ക് അപ്പുറത്തെ സൈഡേ പറ്റുള്ളൂ. ഈ സൈഡിൽ ആഴം കൂടുതലാണ്. എനിക്ക് അപ്പുറത്തെ സൈഡേ പറ്റൂ. അപ്പുറത്തെ സൈഡ് ബെറ്റർ. അപ്പോ ഇതോടെ ആ വൈറ്റ് കഴിഞ്ഞാൽ ഇത് ആഴമാണ് കേട്ടോ. ഈ വൈറ്റ് നിൽക്കുന്ന വൈറ്റ് ഇല്ലേ, പിന്നെ ഈ ഭാഗത്തോട്ട് ആഴമാണ്. ആ നീല തൊട്ട് ആഴമാണ്. നിനക്ക് പറ്റും. നീ ഇറങ്ങ്, എന്നിട്ടേ ഞാൻ വരുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് ഞാൻ പോരും. നീ എവിടെ പോവോ? ഇവിടെ ഇറങ്ങണ. ജീവൻ ചാടുന്നേ. ഞാൻ വരത്തില്ല, എനിക്ക് പേടി. എനിക്ക് വെള്ളം പേടി. എവിടെ? ആ കൊച്ചുപിള്ളേരല്ലേ? നിനക്ക് പറ്റും. വട ഇട്ട് തരാം. എനിക്ക് പറ്റത്തില്ല, ഞാൻ തലമുങ്ങും. വട വേണോ? ഞാൻ ഇറങ്ങുന്ന വീഡിയോ എടുക്കണ്ടേ? ഇല്ല, കിട്ടത്തില്ല നിനക്ക്. പിന്നെ കുഴപ്പമില്ല, നീ ഇറങ്ങും. നീ ഇറങ്ങുന്നെടുക്കും. അപ്പൊ ഞാൻ തിരിച്ചു കയറണ്ടേ? ഓ, വലിയ സുഖമില്ല കേട്ടോ. എനിക്ക് പേടിയാ. നീ ഇറങ്ങും. എന്നാ ഫോൺ കൊണ്ട് വെച്ചിട്ടോ. എന്റെ വീഡിയോ എടുത്തോണ്ടിരുന്നേ. ഓൺ ചെയ്താണ് എന്റെ വീഡിയോ എടുത്തോണ്ടിരുന്നത്. ഓണല്ലായിരുന്നു. ആ പെണ്ണിന്റെ എന്റെ പാട്ടാ. പിന്നെ
വട വേണോ? എനിക്ക് വേണം. പൂവ് ഇത് കൊള്ളാം കേട്ടോ. വട എടുക്കണ്ടായിരുന്നു. എടി ഇത് കൊള്ളാം കേട്ടോ. വടയും കൂടെ എടുത്തുണ്ടോ? ജീവ ആ കിടക്കുന്നതിൽ എടുത്തോണ്ട് എടുത്തോടാ. ആ കിടക്കുന്നത് പക്ഷെ എനിക്ക് പേടിയാ. ഈ കിടക്കുന്ന മറ്റേ വടയും കൂടെ. ലൈറ്റ് വന്നോ നോക്ക്. നേരെ എടുക്കണോ? പൂളിൻ്റെ സെൻറ്ററായിട്ടുള്ള ഭാഗത്ത് നമുക്ക് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ സ്നാക്സോ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ മേടിക്കണം. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.